നമസ്കാരം പ്രേക്ഷകരെ, ഞങ്ങൾ എത്തിയിരിക്കുന്നത് അസീസ് ജമീല ദമ്പതികളുടെ വീട്ടിലാണ്. ഇവിടെ ഒരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട്. നമുക്ക് എന്താണെന്നത് അവസാനം പറയാം. ആദ്യം നമുക്ക് തുടക്കം മുതൽ തന്നെ കണ്ടിട്ട് വരാം എന്താണ് ഇവിടുത്തെ വ്യത്യസ്തത എന്നുള്ളത്. പോവാം നമുക്ക് വിഷയത്തിലേക്ക്. വരും. ഇത് പ്രാഷൻ പൂട്ടാണ്. ഇത് വ്യത്യസ്തകരമായ ഒരു പ്രാഷൻ പൂട്ടാണ്. ഇതിന്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇതിന്റെ ഓരോ പുറങ്ങളിലുമുള്ള ഈ വരയാണ്. ഇതാ നോക്കൂ, സാധാരണ പ്രാഷൻ പൂട്ടിൽ നിന്നും വളരെ വ്യത്യസ്തതയാർന്ന ഒരു പ്രാഷൻ പൂട്ടാണ് എന്നാണ് ഇത് നട്ടുപിടിപ്പിച്ച ഇവിടുത്തെ ഈ കർഷകൻ നമ്മളോട് പറഞ്ഞത്. മറ്റൊന്നുമല്ല, നോക്കൂ, ഇതാ ഓരോരോ ഭാഗങ്ങളിലും ഓരോരോ വരകൾ വീണ് ഇങ്ങനെ വരുന്ന ഈ പ്രാഷൻ പൂട്ടിന് പ്രാധാന്യം ഏറെയാണ്. അത് കമ്പോള നിലവാരത്തിൽ തന്നെ വലിയ വില കിട്ടുന്ന പ്രാഷൻ പൂട്ടാണെന്നാണ് ഇവിടുത്തെ പ്രേക്ഷകൻ ഞങ്ങളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വളരെ കൃത്യതയോടെ ഇത് വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യാനും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനുള്ള താല്പര്യം കാണിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എല്ലാവരും പ്രാഷൻ പൂട്ടിൽ പച്ചുറുമ്പ് വളരുമ്പോൾ അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ കർഷകൻ പറയുന്നത് മറ്റൊന്നുമല്ല, പച്ചുറുമ്പുണ്ടെങ്കിൽ ധാരാളം പ്രാഷൻ പൂട്ട് ഇതേപോലെ വിളവെടുക്കാം എന്നും ഇവിടുത്തെ കർഷകൻ ഞങ്ങളോട് പറയുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയും ഇവിടെയുണ്ട്. എന്തായാലും ആ പച്ചുറുമ്പും കൂട് വരെ നമുക്കിവിടെ കാണാം. നോക്കൂ, ഓരോ പ്രാഷൻ പൂട്ട് വള്ളികളിലും പച്ചുറുമ്പിന്റെ കൂട് അങ്ങനെ നിരനിരയായി നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പാഷൻ പൂട്ട് ഇടുന്ന അത് പ്രാണി വന്ന് കൊത്താതിരിക്കാൻ വേണ്ടി ഞാൻ പാഷൻ പൂട്ടിലും വെണ്ടയിലും പയറിലും എല്ലാം പച്ചക്കുറുമ്പ് കയറ്റി വിടും. പച്ചുറുമ്പ് ഉണ്ടെങ്കിൽ പ്രാണിയുടെ ശല്യം കുറയും. അതുകൊണ്ടായി പച്ചറുമ്പ് കയറ്റി വിടുന്നത്. ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും കൂടെ പിച്ചു കൊണ്ടുവന്ന് പച്ചറുമ്പ് കയറ്റി വിടും. ഇത് ഏകദേശം ഒരു 7-8 കിലോ വരും. അന്ന് മേടിക്കും, പിന്നെ ഓണച്ചന്തയിൽ കൊണ്ടു കൊടുക്കും, പിന്നെ കടകളിൽ കൊണ്ടു കൊടുക്കും, വീടുകളിൽ വന്ന് വാങ്ങിക്കും. ആവശ്യക്കാർ ഇവിടെ വരും. നാടൻ സാധനം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആൾക്കാർ ഇവിടെ വരും. സ്ഥിരമായിട്ട് വന്ന് വേറെ വളങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, രാസവളങ്ങളൊന്നുമില്ല. ഈ ചാണാനും ഈ കോഴിവളവും മാത്രങ്ങളെ ഇവിടെ ചെയ്യുന്നത്. ഏകദേശം മാസത്തിൽ എത്ര കിലോ വീതം നമുക്ക് വിളവെടുക്കാൻ പറ്റുമോ ഒരു വർഷം? ഒരു വർഷം അങ്ങനെ വീണ്ടും വീണ്ടും അല്ലേ ഇടും നമ്മള്. ഒരെണ്ണം ഇട്ട് അത് തീർന്നു കഴിയുമ്പോഴത്തേക്കല്ലേ അടുത്ത് ഇട്ട് വരുന്നത്. അത് എത്ര മാസമാണ് ഇതിന്റെ വിളവെടുപ്പിന്റെ സമയം എന്ന് പറയാമോ? അതൊക്കെ അവളുടെ അടുത്ത് ചോദിച്ചാലേ അറിയാവും. നമുക്ക് ഇത് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. കാര്യം ഞാനിപ്പോൾ കുറേ വർഷങ്ങൾ കൊണ്ട് വയ്യാങ്കിൽ ഈ കൃഷികളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. എനിക്കിപ്പോൾ കൃഷിയില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ എല്ലാ സാധനങ്ങളും കുറേ കഴിക്കും. നമ്മൾ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കിയെല്ലാം കച്ചവടമാക്കും. ആൾക്കാരിവിടെ വരും. നാടൻ സാധനമല്ലേ, അപ്പോൾ ആൾക്കാരിവിടെ വന്നെല്ലാം വാങ്ങിക്കൊണ്ട് പോകും. ഇപ്പോൾ മെനഞ്ഞാന്ന് തന്നെ 2 കുമ്പളങ്ങ 12.5 കിലോ ഉണ്ടായിരുന്നു. 360 രൂപയുടെ സാധനം ഉണ്ടായിരുന്നു. ഒരുപാട് ഇത്തവണ കുമ്പളങ്ങ ഉണ്ടായിരുന്നോ കൊടുത്ത്. പിന്നെ ഇത് വഴുതണങ്ങ, ഇഞ്ചി, മഞ്ഞൾ, വെണ്ട, പച്ചമുളക്, എല്ലാ സാധനങ്ങളും കുറേ ചീര, പിന്നെ ഇത് ചിരയ്ക്ക, ചീനി, ചേമ്പ്, കാച്ചില്, പിന്നെ ഇത് ചേനയൊക്കെ കുറേ കൊടുത്തു. ഇനിയുണ്ട്. അതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഇത്തിരി നേരം വെറുതെ ഇരിക്കത്തില്ല. വെറുതെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടവുമല്ല. എൻ്റെ പേര് ജമീല അസീസ്. കൃഷി എനിക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കൃഷി എന്ന് പറയുന്നത് ഒരു സമയം വെറുതെ ഇരിക്കത്തില്ല. എന്തെങ്കിലും കൃഷികൾ ഇങ്ങനെ ചെയ്ത് ചീനിയാലും ചേമ്പ്, കാച്ചിൽ. നമ്മൾ കുമ്പളങ്ങ കണ്ടിട്ടുണ്ട്. സാധാരണ നിലയിൽ എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളിലൊക്കെ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന ചെറിയ കുമ്പളങ്ങയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ നമ്മൾ കാണാൻ അത്ഭുതകരമായ ഒരു കുമ്പളങ്ങ തന്നെയാണ് കേട്ടോ. ഒന്നൊന്നുമല്ല കേട്ടോ, ഒരു 10-30 കുമ്പളങ്ങ ഇതേപോലെയാണ്. ഇവർ ഇതിനു മുമ്പേ ഈ കൃഷി ഇനത്തിൽ പലരും വന്ന ആവശ്യക്കാർ ഒന്ന് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 കിലോ വരുന്ന കുമ്പളങ്ങയാണ് ഇത്തരത്തിൽ കൃഷി ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാ മനോഹരമായ കുമ്പളങ്ങ. നോക്കി, എന്ത് ഷെയ്പ്പാ, എന്ത് രസമുള്ള, നോക്കി എത്ര മനോഹരമായ നോക്കിയാൽ അതിൻ്റെ ആ ആട്ടം തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ശൈലിയിലുള്ള. നോക്കി, ഇത് ഇത്രത്തോളം കൃഷി ചെയ്തെടുക്കുന്ന അവരെയൊക്കെ അല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ പ്രോത്സാഹനം അവർക്ക് ആവശ്യമാണ്. തീർച്ചയായും ഇത് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ പ്രൈവറ്റ് ബസ് കണ്ടക്ടറായിരുന്നു. 70 ലൈസൻസ് എടുത്തതാണ്. ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫർണിച്ചറിൻ്റെ പണിയായിട്ട് വടക്കോട്ട്, തമിഴ്നാട്, വാൾപ്പാറ, കണ്ണൂർ, തലശ്ശേരി, മാഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കൃഷി ചെയ്ത് പോയി ഫർണിച്ചറിൻ്റെ പണിയൊക്കെ ചെയ്ത് ഇപ്പം നാട്ടിൽ വന്നിട്ടൊരു 10-18 വർഷമാകും.
ഇപ്പം വന്ന് ഈ ചെറിയ പച്ചക്കറി 1-2 അറ്റാക്കെല്ലാം വന്ന് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ എൻ്റെ വീട്ടിൽ. ഇവിടെ വന്ന് ചെറിയ പച്ചക്കറിയിൽ ഇങ്ങനെ ഭാര്യയെ സഹായിച്ചു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കും. ഭാര്യയാണ് കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ പിന്നെ ഇപ്പം നേരത്തെ എന്തെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അതിന് പറ്റത്തില്ല, കണ്ണിന് കാഴ്ചയില്ലാത്തതിൻ്റെ പേരിൽ കാഴ്ച കുറവാണ്, അതിൻ്റെ പേരിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ വീട്ടിലാരെങ്കിലും കോഴിയുണ്ട്, കോഴിയുടെ മുട്ട ഒക്കെ വീട്ടിൽ വന്നിപ്പോൾ ആൾക്കാർ മേടിക്കണം, മറ്റേത് എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കാൻ മതി. പക്ഷെ കണ്ണിൻ്റെ കാഴ്ച ഇപ്പം തീരെ ഒരു 50-60 മീറ്റർ കൂടുതൽ കാഴ്ച കിട്ടുന്നില്ല. ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത് വരുമ്പോഴാണ് കാണുന്നത്. അതിൻ്റെ വലിയ വലുതായിട്ട് എങ്ങോട്ട് പോക്കൊന്നുമില്ല, അവിടെ തന്നെ അങ്ങനെ കഴിച്ചു കുടിക്കൊണ്ടേ. ഉണ്ടായിരുന്നു ആടിനെയും ആടും പിന്നെ 3-4 പോത്തും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും നോക്കിക്കൊണ്ട് കാര്യം ഇപ്പൊ പിടിച്ചുകൊണ്ട് നടക്കാൻ വയ്യ, കാലിന് തേയ്മാനമുണ്ട്, മുട്ടിന്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനാണ്, അതില്ലാതെ ഞാൻ ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ ആടിനെയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചക്കയുടെ തോലോ പ്ലാവിലയുടെ ഒക്കെ എടുത്ത് കളയുമ്പോഴത്തേക്കും മനസ്സിനങ്ങ് ഭയങ്കര വിഷമമാണ്. കാര്യം പിന്നെ വളർത്താൻ പറ്റുന്നില്ല, വളർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ ശരീരം സമ്മതിക്കുന്നില്ല.